ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നല്ല അടിപൊളി കുയ്യപ്പം ഉണ്ടാക്കിയാലോ? കുറേ ഉണ്ടാക്കിയൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ താത്ത നിങ്ങൾ പറയണേ? നിങ്ങൾ കുയ്യപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചിന് അത് ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ നിങ്ങൾ വെറും ബടായി വർത്താനം പറയാം. നിങ്ങൾ കാര്യത്തേക്ക് പറഞ്ഞാണേ ഇതിൽ എന്തൊക്കെ ചേർത്തെന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ. എന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ കാണിച്ചു തരാം, കണ്ടോളി നിങ്ങൾ. അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഈ കണ്ടാൽ മനസ്സിലാവില്ല. ഇത് കുറേയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് കാണുമ്പോൾ നോക്കിയാൽ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചാണ്. അത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞത്. നന്നായിട്ടില്ലെങ്കിൽ ചട്ടി കിടന്നാട് ഒട്ടും. അതന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മളുണ്ടാക്കിയ നല്ല നന്നായിക്കണേ, നല്ല മധുരമൊക്കെ ഇട്ടുണ്ടാക്കിയതാണ്. പിന്നെ അടിപൊളി ഹെൽത്തി റെസിപ്പികളും കൂടി ഉണ്ടാക്കിയതാണ്. കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടാൻ കറക്റ്റ് മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഈ വലിച്ചു നീട്ടല്. വെറുതെ അങ്ങോട്ട് വലിച്ചു നീട്ടല്ല, കുറച്ച് ശർക്കര അങ്ങോട്ട് ഉരുക്കിക്കണ്. അത് എത്രേശം വേണ്ടിയത് അങ്ങോട്ട് ഉരുക്കിക്കളി. കാരണം നമുക്ക് ഈ പച്ചരിയൊക്കെ കണ്ടാൽ മനസ്സിലാണ് നമ്മൾ എത്ര അരി ഇടണം, എത്ര ശർക്കര ഇടണം. അല്ലാതെ ഇപ്പം ഞാനൊരു അളവ് പറഞ്ഞാൽ നിങ്ങൾ ആ അളവിലാകൂല ഉണ്ടാക്കണത്. ഇങ്ങോട്ട് താത്ത ഞങ്ങളത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞ് നിലയും വിളിയും കൂടിയിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഒരു സുമാർ അളവിലിട്ടാൽ നന്നാവും. ഏലക്കായ ഒരു 3-4 ചേർത്തിട്ടുണ്ട്, ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ്. പട്ട 1-2 കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാനും ഹെൽത്തി റെസിപ്പിയാണ്. ഗ്യാസ് ഇല്ലാതാക്കാനൊക്കെ നല്ലതാണ് ഈ പട്ട പറയുന്ന സാധനം. പട്ട എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയാണ്. നിങ്ങൾക്ക് അറിയില്ലേ? ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണെന്ന്. എന്താ താത്ത നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്? നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പൊന്നാര ചങ്ങായിമാരെ, എന്താ നിങ്ങൾ ഇങ്ങനെ എന്തെടുത്താലും കുറ്റം. അപ്പോൾ ഞാൻ ഇവിടെ ഇഞ്ചി കണ്ടിട്ട് നോക്കിയാണ്. ഇഞ്ചി ഇടുമ്പോൾ ഹെൽത്തി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇഞ്ചി. അതുകൊണ്ടാണ് ഇഞ്ചി കണ്ടിട്ട് കൊടുക്കണതേ. അതും കൂടിയാണ് ഇട്ടാളേ നല്ല ടേസ്റ്റാണ്. നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ ഗുണമുള്ള ഒന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മളെ ഇത് എന്താ പറയുക, എന്താ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് നല്ല ജീരകം. അതും കൂടിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ചേ കണ്ടമാനൊന്നും ഇടണ്ട, ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിട്ട് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ പച്ചരി കുറച്ചും കൂടി കുറവുണ്ടോ എന്നൊരു തോന്നൽ. അപ്പം അതിൻ്റെ മോൾക്ക് കുറച്ചും കൂടി അരി ഇട്ടതാണ്. പിന്നെ ഞാൻ കണ്ടോ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട കൊഴിച്ചുമ്പോൾ. എന്തിനാ താത്ത മുട്ട കൊഴിച്ചത്? നിങ്ങൾക്ക് അല്ലാതെ ഉണ്ടാക്കാൻ അറിയില്ല. നിങ്ങൾ ഈ മുട്ട കൊഴിച്ചുമ്പോൾ ചിലവ് കൂടുതലല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ നിന്ന് തെന്നി നീങ്ങണോ എങ്കിൽ ഒരു മുട്ട ചേർക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിനാണ് ഞാനിവിടെ ഒരു എഗ്ഗ് കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത്. ചട്ടിയിൽ നിന്ന് ഉരുണ്ടും മറിഞ്ഞും തെന്നി നീങ്ങി പാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മൈസൂർ പഴം ചേർക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പഴം ചേർത്താലല്ലേ അത് ഉണ്ണിയപ്പമായി മാറുള്ളൂ. ഇനി നമുക്ക് ശർക്കര അങ്ങോട്ട് ഉരുക്കിയിട്ട് ഒഴിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാകില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാം നല്ലതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്നല്ലേ പഴഞ്ചൊല്ല്. നിങ്ങൾ കാക്കയായി മാറൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതെനിക്ക് പറയാല്ലേ. എന്തൊരു വർത്താനം ഞങ്ങൾ താത്ത പറയണ്ടേ? ഞങ്ങൾ കാക്കയായി മാറുക, ഞങ്ങൾക്ക് കൊക്കായി മാറാനാണ് താല്പര്യം. കാക്കയായി മാറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ കറുപ്പാകില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? കറുപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിനാണ് വെളുപ്പ് വേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാക്കയായി മാറിക്കോളൂ, എന്നാലേ നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. എനിക്കൊന്നാ പറയല്ലത്. നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, മാണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട. എന്നാലും എന്നെ വെറുതെ കുറ്റം പറയരുത്, അത്രയേ ഉള്ളൂ എനിക്ക് പറയല്ലത്. ഏതായാലും എന്നെ നേരിട്ട് കാണുമ്പോഴും അല്ലാതെയൊക്കെ അങ്ങനെ ഈ കുറ്റം പറിച്ചിലുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഓവറാണ് എന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്. സാരില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എങ്ങനെയെങ്കിലും ഒരു വിജയത്തിലെത്തണമെങ്കിൽ ഒരു പരാജയം സംഭവിച്ചിട്ടേ നമ്മൾ വിജയത്തേക്ക് എത്തുള്ളൂ. അപ്പം ഞാൻ ഈ വാക്കാലുള്ള പരാജയം എൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ഈ ഓവർ സ്മാർട്ട് ഞാനൊരു വിജയത്തിലേക്ക് പോകാനാണ് സാധ്യത എന്ന് ഞാൻ തന്നെ ഓർമ്മപ്പെടുത്തി. എന്നോട് ഞാൻ തന്നെ പറയാണ്, ഈ ചെടി അവിടെ എത്തും, ഇജ് അവിടെ എത്തും, എനിക്ക് കിട്ടും, എനിക്ക് പൈസ കിട്ടും, യൂട്യൂബിൻ്റെ പൈസ എനിക്ക് കിട്ടും എന്ന് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഠിന പരിശ്രമത്തിന് എന്തെങ്കിലും ഒരു വിജയം എനിക്ക് പടച്ച റബ്ബ് തരാതിരിക്കില്ല. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു റെസിപ്പിയാണ്. നെയ്യപ്പം കുയ്യപ്പം അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പൊന്നാര ചങ്ങായിമാരെ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ഇന്നെ കുറ്റം പറയാനായിട്ട് നിൽക്കല്ലേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഓവറാണ്. ആദ്യം അവസാനമൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓവറാണ്. പടച്ച റബ്ബ് എനിക്ക് ഈ ഒരു കഴിവ് തന്നിട്ടുള്ളത് കുക്കിംഗ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് ഓലും ഇതേപോലെ ഉണ്ടാക്കാനുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് ഞാൻ മറ്റുള്ളവർക്ക് ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും ഉറങ്ങിത്തൂങ്ങിയ രൂപത്തിലൊക്കെ പറഞ്ഞാൽ ഓൽ ഉറങ്ങിത്തൂങ്ങും.
ഇപ്പം നമ്മൾ എന്തൊക്കെയാ അതിൽ കിട്ടുക നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നമ്മൾ കാട് കയറി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ ആവശ്യമുള്ള കാര്യങ്ങളോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. ഏതായാലും നിങ്ങൾക്കതൊരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടല്ലേ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നാളികേരം നമ്മൾ എന്തായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. മൈസൂർ പഴം ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അത് കുഞ്ഞിപ്പഴമായതുകൊണ്ട് മാത്രമാണ് 2-3 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര പാനീയം ചേർത്ത് അരക്കാൻ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ ഒരു പാകത്തെ അളവിന്. അതൊക്കെ നീ വിശദീകരിച്ച് കാട് കയറിയാണ്ടെങ്കിലൊക്കെ ഞാൻ പോകണം. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ശർക്കര പാനീയം അരച്ചെടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മിക്സി കത്തിക്കരിഞ്ഞാണ്ട് ഇന്ന് മാത്രം നെയ്യപ്പം ഉണ്ടാക്കിയാൽ മതിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? നമുക്ക് കണ്ടമാനം നെയ്യപ്പം ഉണ്ടാക്കണം. അരി അരക്കണം. രാവിലെ ചായക്ക് അരി അപ്പം ചുടണം, വെള്ളപ്പം ചുടണം, നൂലപ്പം ചുടണം. എല്ലാതും നമ്മൾ മിക്സിയിലല്ലേ. എൻ്റെ അടുത്തുള്ളത് കല്ലുപ്പാണെന്ന് അത് കുറച്ച് ചേർത്ത് കണ്ടാണ് ഈ അരച്ചെടുക്കണത്. ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉപ്പിടണം. ഉപ്പ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ മാവ് നോക്കുകയാണെങ്കിൽ നല്ലോണം അരച്ച് വന്നിട്ടുള്ള മാവാണ് ഈ കാണുന്നത്. നമ്മൾ തൊഴിലുറപ്പിൻ്റെ ജോലിക്കാർക്ക് ഉണ്ടാക്കിയതാണിതേ. പാവങ്ങളല്ലേ, ഓൽക്കുണ്ടാവില്ലേ ഇങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ അറിയണോലെ മേപ്പിട്ടൊക്കെ നോക്കി കുത്തർന്നാൽ വല്ലതും കിട്ടും ഓൽക്ക്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കണത്. അതും നമ്മളെ വീട്ടിലാണ് തൊഴിലുറപ്പിൻ്റെ ജോലിക്കാരുള്ളത്. അപ്പം ഞാൻ ഉമ്മാക്കൊരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇവിടുന്ന് കെട്ടിപ്പൊറുക്കിക്കാണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു വരുന്നത്. ഓലാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു എന്ന്. അത്രയും പോരെ നമുക്ക് മനസ്സിന് സമാധാനത്തിന്. നമ്മൾ എത്ര ജോലി എടുത്താലും എത്ര കഷ്ടപ്പെട്ടാലും എനിക്കൊരു വിഷയമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓളുടെ വാക്കാല നമ്മൾ ഉണ്ടാക്കി നന്നാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് ആ ഒരു അനുഭവം മാത്രം മതി എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. ഈ മാവിൻ്റെ ഒരു പരുവം നോക്കിയാണ് ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ പാകത്തിന് മധുരം ഇടാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ശർക്കരയാണ് ഈ മധുരം എന്നൊക്കെ പറഞ്ഞത്. അതങ്ങോട്ട് ഉണ്ടാക്കിയാണ്ട് ഒഴിച്ചെടുത്തിട്ട് ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പച്ചവെള്ളമൊന്നും പാർന്ന് അരക്കെടുത്തിട്ടോ. അരച്ചാൽ പിന്നെ ആകെ നമ്മളങ്ങോട്ട് കുടുങ്ങും. പിന്നെ നമ്മൾ പൊടിയിട്ട് കളിച്ചേണ്ടി വരും. പൊടി എന്ന് പറഞ്ഞാൽ മൈദപ്പൊടി ഇട്ട് കളിച്ചേണ്ടി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് അരി അരച്ചെന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവ് കിട്ടുക. ഇനി നമുക്ക് ചുട്ടൊക്കണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ ഉടനെ തന്നെ ചൂടാണ്. കാരണം എനിക്ക് ടൈമില്ല. എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് പറഞ്ഞാൽ എൻ്റെ വീട് ആമയൂർ. ആ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം നമ്മളിവിടെ രാവിലെ തന്നെ ഉണ്ടാക്കണുള്ളൂ. രാവിലെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പോയിട്ടാണ് ഉണ്ടാക്കണത് 10 മണിക്കൊക്കെ. പിന്നെ നമുക്കിത് ചുട്ടുകാണ്ട് പിന്നെ കൊണ്ടുപോകണ്ടേ. പിന്നെ ഗ്യാസ് ഞാൻ ഇങ്ങനെ കയറ്റി വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വെച്ചപ്പോൾ റെഡി ആയില്ല. ഏതെങ്കിലും കറക്റ്റ് വെച്ചെടുക്കാം നമുക്ക്. അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് കയറ്റി വെക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങേ അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഇങ്ങേ അടുപ്പുമ്മക്ക് വെച്ചിട്ട് കറക്റ്റ് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 അട്ടിക്ക് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം എടുത്ത വീഡിയോ രണ്ടാമതായി പോയോ എന്നൊരു ഡൗട്ട്. ഇനി അവിടെ പോയി കണ്ട് വെട്ടിക്കൊണ്ടൊന്ന് ക്ലിയർ ആക്കണം. അതിനൊന്നും ഞാൻ നിൽക്കണില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണില്ല. നമ്മളിവിടെ ക്ലാസ്സിൽ ഒഴിച്ച് കാണാണ് ഈ ഒഴിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കയ്യിലൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ ആകെ പ്രശ്നമാകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കുയ്യ എവിടെയെന്ന് പോലും എനിക്ക് കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? ആകെപ്പാടൊരു കറുപ്പ്. എവിടേക്കൊക്കെയാണ് ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും കുയ്യൊക്കെ നോക്കി ഒഴിക്കുകയാണെന്നെങ്കിൽ വളരെ നല്ല ഉപകാരം. എനിക്ക് കണ്ണും കാണില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് കുയ്യ എവിടെയാണ് സ്പൂൺ കൊണ്ടൊക്കെ തപ്പി തരണം. പിന്നെ നോക്കിയാണെങ്കിൽ വീഡിയോയിൽ കറങ്ങണം നോക്കിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഈ കറക്കമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിന് കുയ്യപ്പത്തിൻ്റെ ഒരു പരുവം. സത്യം പറയുകയാണെങ്കിൽ കുയ്യപ്പത്തിൻ്റെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല അടിപൊളി കുയ്യപ്പാണ്. മാവ് ഫസ്റ്റ് വരേണ്ട ഇതാണെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത്. കണ്ടോ, ഈ പരുവത്തിലാണ് നമ്മൾ മാവ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം എണ്ണ ചൂടാകണം. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ഈ കറക്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് തന്നെ ഉരുണ്ട് മറിഞ്ഞ് നിൽക്കുള്ളൂ. ഇത്രയും എണ്ണ ഒഴിച്ചെടുക്കുക. എന്നാൽ പിന്നെ കൂടുതൽ എണ്ണ നമുക്ക് ചിലവാകില്ല. അല്ലാതെ നമ്മൾ കുയ്യക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ വീണ്ടും നമ്മൾ ഒഴിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ കണ്ടമാനം എണ്ണ ഒഴിച്ചെടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് ഒഴിച്ചെടുക്കുമ്പോൾ ഒന്നായിട്ട് ഒഴിച്ചെടുത്താൽ ഒരിക്കലും എണ്ണ പിടിക്കത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മൾ പിശുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. എണ്ണ ആണെങ്കിൽ കുടിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കൂല. കണ്ടോ, അത് മറി നോക്കിയാണെങ്കിൽ അപ്പുറത്തേക്ക് തന്നെ മറി നോക്കിയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ട് തിരിച്ചിട്ടാലും അത് ഇങ്ങോട്ട് പിന്നെയും ഉരുണ്ട് മറിയും. അല്ലാതെ ഞാൻ മറിക്കണ പോലും അല്ല, സ്വയം ഇങ്ങോട്ട് മറിഞ്ഞു പോവുകയാണ്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നന്നായിക്കണെന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം അതുതന്നെയാണ്. ഇനി വെറുതെ എന്നെ കുറ്റം പറയാൻ നിൽക്കല്ലേ. നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കും വേണ്ട, എൻ്റെ വീഡിയോ കാണും വേണ്ട, വീഡിയോക്ക് ലൈക്കും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അത്ര തന്നെ ഉള്ളൂ എനിക്ക് പറയുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കാണുക, ഇഷ്ടപ്പെടാത്തവർ കാണണ്ട, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തച്ചാൽ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ കുയ്യപ്പവും നോക്കിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റോ. എന്തൊക്കെ താത്തങ്ങൾ പറയുന്നത്, നിങ്ങൾ കേട്ട് ഉണ്ടാക്കിയാണ്ട് നിങ്ങൾ തന്നെ പറയാം ടേസ്റ്റ് ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് താത്ത ചേർത്തിട്ടുള്ളത് നിങ്ങളൊന്നും കൂടി പറഞ്ഞാണ്. ഞങ്ങളൊക്കെ മറന്നു. ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ പച്ചരി ചേർത്തിട്ടുണ്ട്, ശർക്കര ചേർത്തിട്ടുണ്ട്, നാളികേരം ചേർത്തിട്ടുണ്ട്, നല്ല ജീരകം ചേർത്തിട്ടുണ്ട്, കറുകപ്പട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിൻ്റെ കഷ്ണം ചേർത്തിട്ടുണ്ട്, മൈസൂർപഴം ചേർത്തിട്ടുണ്ട്, ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട ഞാൻ ചേർത്ത് കൊടുത്ത് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങാൻ വേണ്ടിയിട്ടാണ്, നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ഇല്ല എന്ന് പറയല്. ഉപ്പും ചേർത്ത് കിട്ടാൻ ഞാൻ അത് മറന്നു പറയണ്ട. ഉപ്പുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുട്ടികളുടെ ലഹള എൻ്റെ വീഡിയോയിൽ പതിവ്, അത് സാരല്ല, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നിഷ്കളങ്കരാണ് അവരെ കുറ്റം നമ്മൾ പറയാൻ പാടില്ല. അതുകൊണ്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനിത് കുടുംബശ്രീയിലെ തൊഴിലുറപ്പിൻ്റെ ജോലിക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളതാണ്. അവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് അറിയിച്ചോളി. നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരും. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നന്ദി തന്നെയാണ് രേഖപ്പെടുത്താറുള്ളത്. എത്ര നന്ദി പറഞ്ഞാലും തീരൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓരോന്ന് തീർന്നാണ്ട് എടുത്തോളൂ. നമുക്ക് യാതൊരു പരാതിയില്ല. വീഡിയോ ഒന്നും എടുക്കല്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ കുട്ടികൾക്ക് പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കുട്ടികളൊക്കെ രാവിലെ ഉണ്ടാക്കിയപ്പോഴേ തിന്നേന്. പിന്നെ വൈകുന്നേരം പോയപ്പോൾ ഉണ്ടാക്കണ ഓല് കണ്ടതാ. വൈകുന്നേരം വന്നപ്പോൾ ഞാനിവിടെ ഓൽക്ക് കൊണ്ടേ കൊടുത്തുകൊണ്ട് വരുന്ന വരവാണ്. അപ്പോൾ ഓല് എന്നോട് വന്ന് ചോദിച്ചിട്ട് കച്ചറ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തൊരു ദിവസം ഞാൻ ഉണ്ടാക്കി തരാം പൊന്നാര കുട്ടികളെ, നിങ്ങളൊന്ന് ക്ഷമാപൂർവ്വം നിൽക്കി, നല്ല കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണാൻ ഒന്ന് കഴിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചുടൽ മാത്രം പോരല്ല, കഴിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം കൂടി പറയണ്ടേ. അപ്പോഴല്ലേ നിങ്ങൾക്കൊരു കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം നന്ദി തന്നെയാണ് പറയാനുള്ളത്. ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടമാന ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ വലിയ ഉപകാരം. അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്നോട് പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ആക്കാണ്. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാൻ ഇൻഷാ അല്ലാ. പിന്നെ എനിക്ക് 5 കുട്ടികളല്ലത്. ഈ 5 കുട്ടികൾക്കും ഇതിവിടെ കുയ്യപ്പം ചുട്ടുകാണ്ട് ഇത് കൊടുക്കാൻ നിന്നാൽ പിന്നെ ഓൽക്ക് കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൊടുക്കാതെ പാക്കാക്കി കൊണ്ടായതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഓൽക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ. അപ്പം നിർത്താം കേട്ടോ. ഓക്കെ.